റിപ്പോർട്ട് സമർപ്പണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കാര്യാന്വേഷണ ഉപദേശക സമിതിയുടെ 16ാമത് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും നേർക്ക് നേർ നിന്ന സഭാ നടപടികളിലൂടെയാണ് ഇന്ന് കടന്നുപോയത്. സഭ തുടങ്ങിയപ്പോൾ മുതൽ പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധം പിന്നീട് ഒരു വാഗ്വാദം എന്നതൊക്കെ കടന്ന് സഭയ്ക്ക് ഡയസിൽ ഒരു കയ്യാങ്കളി എന്നുള്ള തരത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയി. എങ്ങനെ ആ സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളത് കൂടി നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. അതായത് ടി സിദ്ദിഖ്, അതോടൊപ്പം തന്നെ അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, CR മഹേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഡയസിലേക്ക് എത്തുന്നതും അവിടെ വാച്ചാൻവാടുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാഗ്വാദത്തിനൊക്കെ അപ്പുറത്തേക്ക് ഈ വാച്ചാൻവാടുമാരുമായി ഒരു കയ്യാങ്കളി, അതോടൊപ്പം തന്നെ ഡയസിൽ സ്പീക്കറുടെ ഡയസിൽ ഒരു ബഹളം, അവിടെ ഉന്തും തള്ളും, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ടാണ് പോയത്? ഒന്ന്, ഇന്നത്തെ മുഴുവൻ വിഷയത്തിന്റെയും 3 പ്രധാന ഉത്തരവാദികളാണ്. ഒന്ന് സ്പീക്കറാണ്, 2 കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, 3 കേരളത്തിന്റെ പാർലമെന്ററി കാര്യമന്ത്രിയാണ്. ഞങ്ങൾ ഇപ്പോ ഭരണപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യം, സഭാ നടപടികൾ മലപ്പുറം വിഷയം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ബോധപൂർവം അവർ സഭ മുടക്കി എന്നാണ് അവർ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഞാനൊരു കാര്യം വളരെ ഗൗരവതരമായി ചോദിക്കുന്നു. ഞങ്ങൾ ചോദ്യോത്തര വേളയുടെ സമയത്ത് ഞങ്ങൾ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും പരിഭവങ്ങളും ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചു. കാരണം എന്താ, 49 ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളെ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് മാറ്റിയതായ വിഷയമാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സഭ സ്തംഭിപ്പിക്കാമായിരുന്നു, പരിപൂർണമായി സഭ അവിടെ സ്തംഭിപ്പിക്കാമായിരുന്നു. ഞങ്ങൾ സ്തംഭിപ്പിച്ചില്ല. അപ്പൊ ഞങ്ങൾ തീരുമാനമെടുത്തത് എന്താ, ഈ വിഷയം സഭ ചർച്ച ചെയ്യപ്പെടണം എന്നാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സഭാ നടപടികൾ മുഖ്യമന്ത്രിയോട് ഈ വിഷയം അടിയന്തര പ്രമേയത്തിനുള്ള വിഷയം സംസാരിച്ചപ്പോൾ തന്നെ അടിയന്തരമായി വിഷയം ചർച്ച ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ നിങ്ങളുടെ ഈ പ്രതിഷേധം ഇത്ര ഡയസിലേക്ക് അടക്കം കയറിയുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ വിഷയത്തിൽ വിശദമായ ഒരു ചർച്ച നടക്കില്ലായിരുന്നോ എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ ചോദിക്കുന്നത്, മന്ത്രിമാരുടെ. അതിനുള്ള കൃത്യം വ്യക്തമായ മറുപടി പറയാം. ഒന്ന്, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സ്പീക്കറോട് ഈ 49 ചോദ്യങ്ങൾ അൺസ്റ്റാർഡ് ശരിയല്ല എന്നുള്ള കാര്യം വളരെ കൃത്യം വ്യക്തമായി സൂചിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധം അറിയിച്ചു. ഞങ്ങൾ വാക്കൌട്ട് അവിടെ നിന്ന് നടത്തി ഞങ്ങൾ പുറത്തേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 10 മണിക്ക് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന്റെ സമയത്ത് വീണ്ടും വന്നു. ചോദ്യോത്തര വേളയാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത്. ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് വേണ്ടി വന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 2 കാര്യം അവിടെ ഉയർത്തി. ഒന്ന്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കി. 1. 2, എനിക്കെതിരെ വ്യക്തിപരമായ പരാമർശം മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും നടത്തി. 2 കാര്യങ്ങളാണ് നടത്തിയത്. അപ്പോ ഞങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം സഭാരേഖയിൽ നിന്ന് നീക്കുക, പ്രതിപക്ഷ നേതാവിനെ നിലവാരമില്ലാത്തവൻ എന്നതുൾപ്പെടെ വളരെ മോശവും മ്ലേച്ഛവും നിന്ദ്യവുമായിട്ടുള്ള അൺപാർലമെന്ററി ആയിട്ടുള്ള പദപ്രയോഗം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ പാർലമെന്ററി കാര്യമന്ത്രി ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾ റൈസ് ചെയ്യാണ്, അത്തരം കാര്യങ്ങൾ പറയാണ്. സ്വാഭാവികമായി ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം എന്താ, സ്പീക്കറോടാണ് ഞങ്ങൾ ഉയർത്തിയത്, ഇത് സഭാരേഖയിൽ നിന്ന് മാറ്റണം. അതായിരുന്നു ഞങ്ങളുടെ പ്രതിഷേധം. സഭാരേഖയിൽ നിന്ന് മാറ്റണം. സ്പീക്കർക്ക് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, സ്പീക്കർക്ക് ഒരൊറ്റ കാര്യം, ഇത് പരിശോധിക്കാം. അവിടെ തീർന്നു പ്രശ്നം, അവിടെ തീർന്നു. ഞങ്ങളുടെ പ്രതിഷേധം അതായിരുന്നു. ആ പ്രതിഷേധത്തെ വകവയ്ക്കാതെ 12 മണിയുടെ ചർച്ച അത് ഇന്ന് നടന്നില്ലെങ്കിൽ നാളെയും ഞങ്ങൾ കൊണ്ടുവരും, മറ്റന്നാളും കൊണ്ടുവരും, തർക്കമില്ല. ഇതിനൊക്കെ മറുപടി പറയിക്കേണ്ട വേദി പുറത്ത് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. ഈ നിയമസഭയ്ക്കകത്ത് വെച്ചുകൊണ്ട് മറുപടി ഞങ്ങൾ പറയിപ്പിക്കും. അതായത് മലപ്പുറം വിഷയത്തിലെ ചർച്ചയിൽ നിന്നും പ്രതിപക്ഷം ഒളിച്ചോടി, അതിനുവേണ്ടിയുള്ള ഒരു നാടകമായിരുന്നു സഭയുടെ ഡയസിലടക്കം കണ്ടത് എന്നുള്ളതാണ് P. രാജീവ്, അതോടൊപ്പം തന്നെ MP. രാജേഷ്, K. രാജനൊക്കെ വാർത്താ സമ്മേളനം നടത്തി അല്പം മുമ്പ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഒളിച്ചോട്ടം ഇല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നിലപാട്. ഒളിച്ചോടിയത് ഭരണപക്ഷമാണ്. 2, 1, ആരാണ് പിരിച്ചുവിട്ടത്? സ്പീക്കർ. 2, ഞങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യോത്തര വേളയുടെ സമയത്ത് തന്നെ ഞങ്ങൾക്ക് സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരാ. ഞങ്ങൾ ചെയ്തില്ലല്ലോ. ഇത് ചർച്ച ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. 3, ഞങ്ങൾ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ലെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ചർച്ചയ്ക്കെടുത്താൽ ആരൊക്കെ സംസാരിക്കണം, ഇതൊക്കെ ഞങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇന്ന് സഭയിലേക്ക് വന്നത്. അടുത്ത കാര്യം, അതിനടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ പ്രതിപക്ഷ നിരക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ വളരെ വ്യക്തിപരമായ മോശമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രി അടക്കം നടത്തി അവിടെ നിൽക്കുമ്പോൾ അത് സഭാരേഖയിൽ നിന്ന് മാറ്റണം എന്ന് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് പരിശോധിക്കാമെന്ന് പറഞ്ഞ് ആ സഭയെ നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ആർക്കാ? സ്പീക്കർക്കാണ്. അതിന് ഡയറക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? മുഖ്യമന്ത്രിക്കാണ്. അതുപോലും ചെയ്തില്ല. അപ്പോ സഭ നടത്തിക്കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തത് ആർക്കാണ്?